നമസ്കാരം. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന നാദിർഷയുടെ ചലച്ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ആദ്യം നാദിർഷ ആ ചിത്രത്തിനിടാൻ ഉദ്ദേശിച്ചിരുന്ന പേര് യേശു ഈ വീടിൻ്റെ നാഥൻ എന്നാണ്. എന്നാൽ ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളെ തുടർന്ന് നാദിർഷയ്ക്ക് തൻ്റെ ചിത്രത്തിൻ്റെ പേര് മാറ്റേണ്ടതായി വന്നു. കേശു ഈ വീടിൻ്റെ നാഥൻ എന്നാക്കി മാറ്റി. ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ തീർത്തും പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായ ദയനീയ പരാജയത്തെ തുടർന്ന് CPM-ന്റെ സമുന്നതരായ നേതാക്കളും അണികളും അവരവരുടെ FB പേജുകളിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. പലരും ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. CPM-ന്റെ നേതാവായ റെജി ലൂക്കോസിൻ്റെ FB പേജിലാണ് ഈ പോസ്റ്റ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് വളരെ വിചിത്രമായ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. അതായത് CPM-ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയത്തിന് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും വോട്ട് കിട്ടാത്തത് കൊണ്ടായിരുന്നു ആ പരാജയത്തിൻ്റെ കാരണം എന്നത്രേ ഈ പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ. ഇതിൽ പ്രതികരിച്ചിട്ടെന്നോണമാണ് റെജി ലൂക്കോസ് തൻ്റെ FB പേജിൽ സുരേഷ് ഗോപിയുടെ മുഖം കർത്താവിൻ്റെ ചിത്രവുമായി മോർഫ് ചെയ്തിട്ടാണ് ഒരു ചിത്രം ആ FB പേജിൽ കൊടുത്തിരിക്കുന്നത്. സുയേശു ഈ വീടിൻ്റെ നാഥൻ എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ക്രിസംഖ്യകളായ എല്ലാവരുടെയും വീടുകളുടെ മുൻപിൽ ഇനി ഈ ചിത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് റെജി ലൂക്കോസ് തൻ്റെ FB പേജിൽ ഈ ചിത്രം ചേർത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നിന്നും കർത്താവിൻ്റെ മുഖം മാറ്റിയിട്ട് അവിടെ സുരേഷ് ഗോപിയുടെ താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തിയ ഒരു തല മോർഫ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ആ പടമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെതിരെ അടുത്തിടെ BJP-യിലേക്ക് ചേക്കേറിയ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, അദ്ദേഹവും BJP യുവ നേതാവ് തന്നെയാണ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഒരു FB കുറിപ്പിടുകയുണ്ടായി. റെജി ലൂക്കോസിന്റെ തലതൊട്ടപ്പന്മാരായ പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെ നേതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ അണികൾക്കുമെല്ലാം മറ്റേതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും ആരാധനാ മൂർത്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ ആരാധ്യരായ പ്രവാചകന്മാരെക്കുറിച്ചോ ഇത്തരത്തിൽ ഒരു ചിത്രം നിർമ്മിച്ച് പ്രദർശിപ്പിക്കുവാൻ സാധിക്കുമോ, അതിനുള്ള നട്ടെല്ലുണ്ടോ എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. മറ്റൊരു കാര്യം കൂടി ഷോൺ ജോർജ് തൻ്റെ FB പേജിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പലപ്പോഴും വാക്കുകളിൽ മിതത്വം പാലിക്കാറില്ല. അതായത് PC ജോർജ് വാക്കുകളിൽ പലപ്പോഴും മിതത്വം പാലിക്കാറില്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല. രാഷ്ട്രീയ പ്രതിയോഗികളെ വിമർശിക്കുമ്പോൾ പോലും വാക്കിൽ മിതത്വം പാലിക്കുന്ന ആൾ തന്നെയാണ്. എന്നാൽ ആ പതിവ് രീതി ഇപ്പോൾ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്താണ് ഒരു മതവിഭാഗത്തിന് നേരെ ഇത്രത്തോളം അസഹിഷ്ണുതാപൂർണമായി ഇവരിങ്ങനെ പെരുമാറുന്നത്? CPM-നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവുമെല്ലാം സ്വാഭാവികമായി വരുന്ന പ്രക്രിയകളാണ്. ഏതൊരാൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ആദർശത്തിനോ അല്ലെങ്കിൽ അവരവർക്ക് താല്പര്യമുള്ള പാർട്ടികൾക്കോ വോട്ട് ചെയ്യാം, സ്ഥാനാർത്ഥികൾക്കോ വോട്ട് ചെയ്യാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗം CPM-ന് വോട്ട് നൽകിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ഇത്രത്തോളം അവഹേളിക്കുന്ന ഈ പ്രവണത ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ FB പേജിലൂടെ. തന്തയ്ക്ക് പിറന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിക്കൂ എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വെല്ലുവിളിക്കുന്ന രീതിയിൽ പറഞ്ഞത്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തിയായ യേശുദേവനെ ഇതുപോലെ മോർഫ് ചെയ്ത് സുരേഷ് ഗോപിയുടെ ചിത്രം മുഖം അതിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ, തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തികളെയോ ഈശ്വരന്മാരെയോ പ്രവാചകന്മാരെയോ ഇതുപോലെ ഒന്ന് ചിത്രീകരിച്ചു കാണിക്കുവാനാണ് ഷോൺ ജോർജ് വെല്ലുവിളിച്ചത്. ഒരു മതത്തെയും ആരും അധിക്ഷേപിക്കാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടെ മതവും വിശ്വാസവും ആരാധനാമൂർത്തികളുമെല്ലാം വിലപ്പെട്ടത് തന്നെയാണ്. ഒരു കാരണവശാലും ഒരു മതസ്ഥൻ അന്യമതസ്ഥനെ അവഹേളിക്കുകയോ അന്യമതസ്ഥൻ്റെ ആരാധനാക്രമങ്ങളെ പുച്ഛിക്കുകയോ അവരുടെ ആരാധന മൂർത്തികളെ കളിയാക്കുന്ന വിധത്തിൽ ഒരു കാരണവശാലും പ്രസ്താവനകൾ നടത്താൻ പാടില്ലാത്തതാകുന്നു. എന്നാൽ ഇതിന് വിപരീതമായ രീതിയിലാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് കുറെ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾ. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിൻ്റെ പരാമർശങ്ങളൊന്നും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. അതായത് ആധുനിക ശാസ്ത്രം
ചന്ദ്രനിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇവിടെ പലരും മിത്തുകൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്നത് ഗണപതിയുടെ തല മാറ്റിവെക്കലായിരുന്നു എന്ന തരത്തിലാണ് ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ AM ഷംസീർ പറഞ്ഞത്. അതും ഹൈന്ദവ വിഭാഗത്തിൻ്റെ പരമപ്രധാന്യമായ ആരാധനാമൂർത്തിയായ ഗണപതിയെ കുറിച്ച് തന്നെയാണ് ഷംസീർ ഇത്തരത്തിൽ പ്രസംഗിച്ചത്. അത് പിന്നീട് വലിയ പുകിലായി. NSSന്റെ പരമാചാര്യനായ സുകുമാരൻ നായരെല്ലാം ഉൾപ്പെടെ വലിയ വിവാദ കോലാഹലങ്ങൾ ഉയർത്തിയതിനു ശേഷം അത് കെട്ടടങ്ങുകയായിരുന്നു. അപ്പോഴും ധാർഷ്ട്യത്തോടു കൂടി ഷംസീർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. ഇതാണ് CPMന്റെ ഒരു പതിവ് രീതി. തെറ്റ് പറ്റി എന്ന് തിരിച്ചറിഞ്ഞാലും ഒരു കാരണവശാലും ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറില്ല, ഞങ്ങൾ തെറ്റാണ് ചെയ്തത്, എന്നാൽ ഞങ്ങൾ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലാണ് ഈ നേതാക്കന്മാർ പലപ്പോഴും പ്രതികരിക്കാറുള്ളത്. ഇതിനു മുമ്പ് പിണറായിക്കാരൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ വിശ്വാസിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകന്റെ FB പേജിൽ ഗണപതി RSSന്റെ ഗണവേഷത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. RSSകാർ ധരിക്കുന്ന കാക്കി നിക്കറും വെള്ള ഷർട്ടും തലയിൽ കറുത്ത തൊപ്പിയും വെച്ച് ഭാരത് മാതാവിൻ്റെ ധ്വജത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ധ്വജപ്രണാമം ചെയ്യുന്ന രീതിയിലാണ് അന്ന് ഗണപതിയെ പിണറായിക്കാരൻ എന്ന ആളുടെ FB പേജിൽ ചിത്രീകരിച്ചിരുന്നത്. അന്നും ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മതസ്ഥരും ഒരു മതത്തെയും അന്യമതത്തെയും തള്ളിപ്പറയാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടെ മതം തന്നെയാണ് വലുത്. ഖുർആൻ ഉൾപ്പെടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും മറ്റുള്ള മതങ്ങളെ സമഭാവനയോടുകൂടി കാണുവാനും ബഹുമാനിക്കുവാനും കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിന്റെ മതം, അന്യന് അന്യന്റെ മതം. ഇത്തരത്തിലുള്ള സൂക്തങ്ങളാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഇതുപോലെ മതത്തെ അവഹേളിക്കുവാൻ വേണ്ടി ഇവർക്കൊക്കെ പ്രബോധനം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. റെജി ലൂക്കോസ് എന്ന CPM നേതാവിനോട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും ഇത് തന്നെ ചോദിക്കുന്നു. താങ്കൾക്ക് നട്ടെല്ലുണ്ടോ, ധൈര്യമുണ്ടോ മറ്റേതെങ്കിലും മതസ്ഥരുടെ, വിശിഷ്യ ഇസ്ലാം മതത്തിൻ്റെ ഏതെങ്കിലും പ്രവാചകരുടെയോ അല്ലെങ്കിൽ അവരുടെ ആരാധനാമൂർത്തികളുടെയോ ചിത്രം ഇതേ തരത്തിൽ ചിത്രീകരിച്ച് FB പേജിൽ പ്രസിദ്ധീകരിക്കുവാൻ റെജി ലൂക്കോസിന് തൻ്റെ ഇടമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കാണിക്കൂ. അങ്ങനെയെങ്കിൽ അങ്ങ് നട്ടലുള്ള ഒരു നേതാവാണെന്ന് ഞങ്ങളും വിശ്വസിക്കാം. ഒരു മതത്തെ അവഹേളിച്ചുകൊണ്ടല്ല. നേതൃത്വ പദവി എന്നുള്ളത് ഏതെങ്കിലും മതത്തെയോ മതവിശ്വാസങ്ങളെയോ അവഹേളിക്കുവാനുള്ള ഒരു അധികാര പോസ്റ്റാണ് എന്ന് റെജി ലൂക്കോസ് ധരിക്കരുത് എന്നാണ് ഇപ്പോൾ കേരളം ഒട്ടുക്കുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നത്. ഇത് തന്നെയാണ് ഷോൺ ജോർജ് തൻ്റെ FB പേജിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നതും. മൂവാറ്റുപുഴ ന്യൂമൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാസ്റ്റർ ഇസ്ലാം മതത്തിൻ്റെ പരമപ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരു മോശം പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിമാറ്റുന്ന തരത്തിലുള്ള ക്രൂരതയാണ് കേരളം കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയും കേരളം കണ്ടുനിന്നു. കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരകൃത്യം തന്നെയായിരുന്നു ജോസഫ് മാസ്റ്ററിൻ്റെ കൈവെട്ടി മാറ്റിയ കൃത്യം. എന്നാൽ ഇക്കാര്യത്തിൽ ജോസഫ് മാസ്റ്ററെ ന്യായീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു മതത്തിൻ്റെയും ആരാധനാ പുരുഷന്മാരെയോ ആരാധനാ മൂർത്തികളെയോ അവഹേളിക്കും വിധത്തിൽ സമൂഹത്തിൽ ഒരു തരത്തിലും സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ആരും ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല. ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ലജ്ജ എന്ന നോവൽ എഴുതിയതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലേക്ക് ഇന്നും പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്ന ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രീനെ കുറിച്ച് ഇപ്പോഴും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇത് തന്നെയാണ് സാത്താന്റെ വചനങ്ങൾ എഴുതിയ സൽമാൻ റുഷ്ദിക്കും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിനെതിരെ മതവിശ്വാസികൾ എത്ര വട്ടം ആക്രമണങ്ങൾ നടത്തുന്നത് നാം കണ്ടു. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം, ഒരു നാടകം കേരളത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിനെതിരെയും വിശ്വാസി സമൂഹം വാളെടുത്തത് നമുക്ക് ഓർമ്മയുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു മതത്തിൻ്റെയും ആരാധനാമൂർത്തികളെയോ വിശ്വാസ സംഹിതകളെയോ ആരും എതിർക്കാൻ പാടുള്ളതല്ല. മാനിച്ചില്ലെങ്കിൽ വേണ്ട, വന്നിച്ചില്ലെങ്കിൽ വേണ്ട, നിന്ദിക്കാതിരിക്കുക. ഏത് മതത്തിലായാലും വലിയൊരു വിശ്വാസികളുടെ വിശ്വാസത്തെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും ആര് തന്നെ നടത്തിയാലും അത് അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ്. ഒരു കാരണവശാലും അത് തുടരാൻ അനുവദിക്കാൻ പാടില്ല. ഇവിടെ ഷോൺ ജോർജ് നടത്തിയിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ആർജവവും അത് തന്നെയാണ്. ഇനി ഒരിക്കലും ആരും ഒരു മതത്തെക്കുറിച്ചും ഒരു വ്യക്തികളെക്കുറിച്ചും ഇത്തരത്തിൽ പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാനോ പ്രസ്താവന നടത്തുവാനോ പാടുള്ളതല്ല. റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ CPMന്റെ നേതാവ് നടത്തിയിരിക്കുന്നത് തികച്ചും മത അവഹേളനം തന്നെയാണ്. ഇതിന് അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതായി തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ CPM എന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളെല്ലാം ഒന്നുകിൽ ഹിന്ദു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെക്കുറിച്ചോ ആണ് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും
ഇസ്ലാം മതത്തിൻ്റെ ആചാര്യന്മാരെയോ അല്ലെങ്കിൽ ആരാധനാമൂർത്തികളെയോ തൊട്ടുകളിക്കുവാൻ ഇവർക്കൊന്നും ധൈര്യമില്ല, നട്ടിലില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാം മതത്തിലെ ആരാധനാമൂർത്തികളെയോ പ്രവാചകന്മാരെയോ ആരാധ്യ പുരുഷന്മാരെയോ അവഹേളിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഈ ഒരു വാർത്ത ആരും ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല എന്ന് വിനീതമായി തന്നെ അഭ്യർത്ഥിക്കട്ടെ. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഇതര മതസ്ഥരെ അല്ലെങ്കിൽ ഇസ്ലാം ഇതര മതത്തിലെ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അവരുടെ ആരാധനാമൂർത്തികളെയും ആരാധനാ പുരുഷന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ട് രസിക്കുന്ന CPM നേതാക്കളും അണികളും ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക: നിങ്ങളെ എല്ലാവരെയും തെരുവിൽ ജനം കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല എന്ന് തിരിച്ചറിയുക.